പ്രോൺസ് മജ്ബൂസ്. സാധാരണ മജ്ബൂസിൻ്റെ പ്രയാസങ്ങളൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് ചെമ്മീൻ കൊണ്ട് നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മജ്ബൂസ് ഉണ്ടാക്കി നോക്കാം. അസ്സലാമു അലൈക്കും എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോയും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ പ്രസ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്ക് ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. 1 കിലോ ചെമ്മീനിലേക്ക് ആവശ്യമായ ഉപ്പ്, 1 സ്പൂൺ അറബിക് മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ, 3 ടേബിൾ സ്പൂൺ തക്കാളി അരച്ചത്, ഒരു അരമുറി നാരങ്ങയുടെ നീര്, 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അറബിക് മസാലയുടെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണേണ്ടവരൊന്ന് പോയി കാണാം. ഇനി നമുക്ക് ചോറിലേക്കുള്ള മസാല ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാം. നമ്മൾ നേരത്തെ ഒരു തക്കാളി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് വീണ്ടും ഒരു തക്കാളി ഇട്ടെടുത്തിട്ടുണ്ട്, ഒരു ചിക്കൻ ക്യൂബ്, അല്പം മല്ലിയില, ചെറുതായിട്ടുള്ളൊരു വെല്ലുള്ളി മുറിച്ചത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള മസാല, പിന്നീട് ഉണക്ക നാരങ്ങ, മല്ലി, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, അല്പം കുരുമുളക്, സാജീരകം, ഒരു വഴണയില, പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 പച്ചമുളക്. ഫ്രൈ ചെയ്യാതെ കുറച്ച് ചെമ്മീൻ മാറ്റി വെച്ചിരുന്നു, അത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. പിന്നീട് 2 കപ്പോളം ലോങ് ബസ്മതി റൈസും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളടുത്ത് ഒലിവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുക, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇത് നല്ല മുരിഞ്ഞ് കിട്ടുമെന്ന് വേണ്ട, നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. ഇപ്പോൾ ചെമ്മീൻ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ചെമ്മീൻ ഈ പാനിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഇതിൽ തന്നെ വേണം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് നമുക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ അതേ പാനിലേക്ക് തന്നെ അല്പം ഒലിവ് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എല്ലാ സ്പൈസസും കൂടെ അതിലേക്ക് ഇട്ടുകൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണോളം ഇട്ടുകൊടുക്കാം. നേരത്തെ മാറ്റി വെച്ച കുറച്ച് ചെമ്മീൻ നന്നായിട്ട് പേസ്റ്റാക്കിയതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റും ചേർത്ത് കൊടുക്കാം. നേരത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്ത മസാലയും ഇപ്പോൾ നമ്മൾ ചേർത്ത മസാലയൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ടെടുക്കാം. 2 കപ്പ് റൈസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 10 മിനിറ്റ് നേരം സോക്ക് ചെയ്യാൻ വെച്ചു. എന്നിട്ട് അത് നന്നായിട്ട് വാർത്തെടുത്ത് ഒരു 5 മിനിറ്റോളം ഊറ്റി വെച്ചതായിരുന്നു. ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ വേണം ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ട് വറുത്തെടുക്കൊന്നും വേണ്ട, മസാലയും റൈസും നല്ലോണം ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി. തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഉപ്പും നേരത്തെ നമ്മൾ മാറ്റി വെച്ച 3 പച്ചമുളകും 1 പീസ് ബട്ടറും ഇട്ടുകൊടുക്കാം. അതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള അരിയും കൂടെ ചേർത്ത് കൊടുക്കാം. റൈസിൻ്റെ ഇരട്ടി വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നിങ്ങളടുത്ത് ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ, പകരം നിങ്ങൾക്ക് ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ മാത്രം ചേർത്ത് കൊടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അടിയിലൊരു സിമ്മറിങ്ങോ കട്ടിയുള്ളൊരു ദോശക്കല്ലോ വെച്ച് കൊടുത്തിട്ട് ഏറ്റവും കുറഞ്ഞ തീരിട്ടിട്ട് വേണം ബാക്കി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് റൈസ് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് വെന്ത റൈസിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ഇട്ടെടുക്കാം. അതിന് മുകളിലായിട്ട് ഞാനൊരു ചെറിയ പീസ് ബട്ടർ ഇട്ടെടുത്തിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് ചാർക്കോളോ അതല്ലെങ്കിൽ നമുക്ക് ചിരട്ട എന്തെങ്കിലും കത്തിച്ചിട്ട് നല്ല കനലാക്കി വെച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം സ്മോക്ക് ഉണ്ടാക്കിയെടുക്കാം. ആ സ്മോക്കിൻ്റെ ഒരു ഫ്ലേവറാണ് ഈ ഒരു റൈസിന് നല്ലോണം ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കുന്നത്, ഒരു അറബിക് ഫ്ലേവറൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സ്മോക്ക് വന്നതിന് ശേഷം നിങ്ങൾ ഒന്നുകിൽ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യുക, അതല്ലെങ്കിൽ നല്ല കട്ടിയുള്ളൊരു ടവൽ വെച്ചിട്ടൊന്ന് മൂടി കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഞാൻ ഈ ഹോളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. കുറച്ച് സമയം അങ്ങനെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് നമുക്ക് റൈസ് സെർവ് ചെയ്യാം. അപ്പം മജ്ബൂസിന് നല്ല സ്മോക്കി ഫ്ലേവർ വന്നിട്ടുണ്ട്, ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ അത് തുറക്കുമ്പോൾ. സെർവിങ് പ്ലേറ്റിൻ്റെ മുകളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അല്പം ചെമ്മീൻ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോറും ചെമ്മീനും ഒക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് വിളമ്പാം. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഏറ്റവും ടോപ്പിങ്ങിലായിട്ട് നമ്മളിനി ചെമ്മീൻ ഇട്ടെടുത്തിട്ട് അതിൻ്റെ ഞാൻ കുറച്ച് സമയം നല്ല ചൂടുവെള്ളത്തിൽ കിസ്മിസ്
കുതിർത്തി വെച്ചിരുന്നു. അത് ഫ്രൈ ചെയ്തതും മല്ലിയിലയും കൂടിയാണ് ഞാൻ ടോപ്പിലിട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മളുടെ പ്രോൺസ് മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.